ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ സെപ്പറേറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ സിങ്ക് കാര്യങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിച്ച് വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് റെഡിമെയ്ഡ് അല്ലാതെ നമുക്ക് ഈ പറയുന്ന സിങ്ക് റെഡിമെയ്ഡ് അല്ലാത്ത രീതിയിൽ തന്നെ വാർക്ക കൊണ്ട് ക്ലിയർ ചെയ്ത് നല്ല വലിപ്പമുള്ള സിങ്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരടി അല്ലെങ്കിൽ 45 സെൻറ്റിമീറ്റർ താഴ്ച വരുന്നതിൽ അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ ഉള്ളളവ് കിട്ടുന്ന താഴ്ച കിട്ടുന്ന രീതിയിൽ ഏകദേശം 90 സെൻറ്റിമീറ്റർ ഉള്ളളവ് 90 സെൻറ്റിമീറ്റർ നീളം വരുന്ന രീതിയിലുള്ള സിങ്കാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഗ്രാനൈറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഗ്രാനൈറ്റ് ഇട്ടിരിക്കും കുറച്ചുകൂടി അകത്തുനിന്ന് കുറച്ചുകൂടി ഭിത്തിയിലേക്ക് അടുപ്പിച്ചല്ല ഇട്ടിരിക്കുന്നത്. അതായത് താഴത്തെ ഗ്രാനൈറ്റിൽ നിന്ന് ഏകദേശം 2 mm അല്ലെങ്കിൽ 3 mm കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും നേരം പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം കാര്യങ്ങൾ ലീക്ക് ആവാതിരിക്കാനുള്ള ഗുണമുണ്ട്. അതായത് മെയിൻ കാര്യം സംഭവിക്കുന്നത്, ലീക്ക് കൂടുതൽ സംഭവിക്കുന്നത് പാത്രം കഴുകി മുകളിൽ എന്തെങ്കിലും വെക്കുന്ന സമയത്ത് മുകളിലൂടെയാണ് സാധാരണ സിങ്കിൻ്റെ ലീക്ക്. അതായത് ആ ഗ്യാപ്പിലൂടെ ലീക്ക് വന്നിട്ട് താഴത്ത് എപ്പോഴും നനവ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ മിക്ക സിങ്കുകളിലും കണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ താഴത്തെ ഗ്രാനൈറ്റിൻ്റെ ആ സൈഡിലെ പീസ് വെച്ചിരിക്കുന്നതിൽ നിന്നും 2 mm കുറച്ചുകൂടി മുകളിലത്തെ ഗ്രാനൈറ്റ് വെച്ചിരിക്കുന്ന പീസ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെക്കുന്നത് കൊണ്ട് മുകളിൽ നമ്മൾ വെള്ളം എന്തെങ്കിലും കഴുകി വെച്ചതിന് ശേഷം വരുന്ന വെള്ളം കാര്യങ്ങൾ നേരെ ഊറി താഴേക്ക് ഇറങ്ങുന്ന സിസ്റ്റം ഒഴിവാക്കാൻ സാധിക്കും. അത് ഈ മുകളിൽ നിന്ന് ജസ്റ്റ് ഒരു 2 mm 3 mm പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഗുണം കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇത് വാർക്കുന്ന സമയത്ത്, അതായത് സ്ലാബ് വാർക്കുന്നത് 90 സെൻറ്റിമീറ്ററാണ് ഏറ്റവും അവസാനം ഫിനിഷിംഗ് ലെവൽ വരുന്നത്. 85-90 സെൻറ്റിമീറ്ററാണ് ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അപ്പോൾ ഈ ഫിനിഷിംഗ് ലെവലിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ സ്ലാബ് അടിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന സിങ്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഈ കുഴിച്ച് ക്ലിയർ ചെയ്ത് ഇതും കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ആ കോർണറിലാണ് നമ്മൾ വേസ്റ്റ് പൈപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റിങ്സ് വെച്ചതിന് ശേഷം 2 ഇഞ്ച് പൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. 2 ഇഞ്ച് പൈപ്പെങ്കിലും മിനിമം നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ചോറും പറ്റ് പാത്രം കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അടിഞ്ഞു കൂടാനും പെട്ടെന്ന് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി മിനിമം 2 ഇഞ്ച് പൈപ്പെങ്കിൽ 63 mm പൈപ്പെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള ബ്ലോക്ക് കാര്യങ്ങൾ, ഒരു 90% ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ പുറത്തേക്ക് നമ്മൾ പൈപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരു എയർ പൈപ്പ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു എയർ കൗൾ, ഒരു ടീ ഇട്ടതിന് ശേഷം എയർ കൗൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 90% ബ്ലോക്ക് കാര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ തന്നെ വർഷങ്ങളോളം നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിന്നെ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന 2 ടാപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ടാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ഡയറക്റ്റ് വാട്ടർ, അതായത് കിണറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വെള്ളം നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം, പിന്നെ ടാങ്കിലെ അതായത് വാട്ടർ ടാങ്കിൽ നിന്ന് ഇരുന്ന വെള്ളമാണ്. നമ്മൾ 2 പൈപ്പാണ് സാധാരണ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സിങ്ക് എങ്ങനെ ചെയ്യാമെന്നും ഏകദേശം എത്ര ആഴം, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ, എന്തെല്ലാം ഗുണങ്ങളൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.